ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചാരുമോൾ വല്ലാതെ കരയാണ്. അപ്പം ഗുണ്ടകളിൽ ഒരാൾ സമാധാനിപ്പിക്കുന്നുണ്ട്. വാവേ തക്കടു കരയിലടാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഗുണ്ടകളിൽ മറ്റേ ആൾ പറയുകയും ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കരയട്ടടാ, കരയുന്ന ചിത്രങ്ങൾ എടുത്തിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചാരുമോളുടെ ഫോട്ടോസ് അയാൾ എടുക്കുകയാണ്. അതേസമയം തന്നെ ഗുണ്ടകളിൽ ആ നേതാവ് വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് താടാ കുഞ്ഞിനെ എന്ന് പറഞ്ഞിട്ട് അയാൾ കുഞ്ഞിനെ വാങ്ങിക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ അയാളിങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുക. അപ്പോൾ കുഞ്ഞ് വീണ്ടും വീണ്ടും പേടിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയാണ്, ഇതെടുക്കടാ ഇതെടുക്ക് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് കുഞ്ഞ് കരയാണ്. അതിനുശേഷം എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ നോക്കിയിട്ട് അയാൾ പറയാണ്, ഇത് കൊള്ളാം, ഇതൊരമ്മയുടെ കയ്യിലെത്തിയാൽ ഏതൊരമ്മയുടെ നെഞ്ചും നിന്നുപോകും. എന്നിട്ട് അയാളത് ഫോണിലൂടെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അതേസമയം തന്നെ രജിസ്റ്റർ ഓഫീസിൻ്റെ റൂമിലാണ് കിരൺ ഒഴികെ ബാക്കി എല്ലാവരും ഉള്ളത്. അപ്പം കല്യാണി അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്, എന്ത് പറയും. കാരണം കല്യാണി ഒരു കള്ളത്തരം പറഞ്ഞിട്ടാണ് അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പോഴേക്കും പുറത്തെങ്ങോട്ടേക്കോ പോയിട്ടുണ്ടായിരുന്ന ചന്ദ്രസേനനും അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ സോണി വീണ്ടും കരഞ്ഞോട് ചോദിക്കുകയാണ്, എന്തായി അച്ഛാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? അപ്പോൾ സേനനും സങ്കടത്തോടെ പറയാണ്, ഇല്ല മോളെ, ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീണ്ടും സോണി ചോദിക്കുന്നുണ്ട്, കല്യാണി സത്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണോ കിരണേട്ടൻ ചാരുമോളെയും കൊണ്ട് പോയിട്ടുള്ളത്? കല്യാണി പതറിക്കൊണ്ട് നിൽക്കുകയാണ്, ഒന്നും തിരിച്ച് മറുപടി പറയാൻ പറ്റാതെ. അപ്പോൾ രൂപ പറയുന്നുണ്ട്, കള്ളം പറയുന്ന കൂട്ടത്തിലല്ല കല്യാണി മോള്, പക്ഷേ മോളുടെ മുഖം കണ്ടിട്ട് എന്തൊക്കെയോ പന്തികേട്ട് തോന്നുന്നു. വീണ്ടും രൂപ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ സംഭവിച്ചത്? അത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കിരണേട്ടൻ ചാരുമോളെയും കൊണ്ട് പോയത്. പക്ഷെ അപ്പോഴും കരഞ്ഞുകൊണ്ട് സോണി പറയാണ്, എനിക്ക് വിശ്വസിക്കാൻ പ്രയാസ കല്യാണി, ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കിരണേട്ടൻ കല്യാണിയോട് മാത്രം പറഞ്ഞിട്ട് പോവില്ല. അതിനൊന്നും കല്യാണിക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. കല്യാണി സോണി പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ സേനനും പറയുന്നുണ്ട്, അത് ശരിയാ, സോണി മോളോട് പറയാത്തത് പോട്ടെ, ഞങ്ങളോടെങ്കിലും പറയണ്ടേ? അപ്പോഴും കല്യാണി തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ സേനം വീണ്ടും ദേഷ്യത്തോടെ പറയാണ്, ആരോടും പറഞ്ഞില്ലെങ്കിൽ എന്നോടെങ്കിലും പറയണ്ടേ? ഇത് അങ്ങനെയൊന്നും ചെയ്യാതെ എന്ത് പോക്കാവും പോയത്? അപ്പോഴേക്ക് സോണിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജിൻ്റെ ടോൺ വരികയാണ്. അപ്പോൾ സോണി ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. കാരണം ആ അയച്ച വീഡിയോയിൽ ചാരുമോളെ പിടിച്ചുകൊണ്ടൊരു ഗുണ്ട നിൽക്കുകയാണ്. അതിനൊപ്പം തന്നെ ഒരു വോയിസ് നോട്ടും ഉണ്ടായിരുന്നു, കല്യാണ പെണ്ണിൻ്റെ കുഞ്ഞിപ്പോൾ ഞങ്ങളുടെ കൈവശമാണ്. അപ്പം എല്ലാവരും ആ വോയിസ് കേൾക്കുന്ന സമയത്ത് ഒരുപോലെ ഞെട്ടുകയാണ്. കല്യാണം നടന്നാൽ പിന്നെ മോളെ കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു ഭയങ്കര ഭീഷണിയുടെ സ്വരത്തിലുള്ള ഒരു വോയിസ് ആയിരുന്നു അത്. എല്ലാവരും ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഒരുപോലെ തന്നെ പേടിക്കുകയാണ്. അപ്പം ചന്ദ്രസേനൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിക്കുകയാണ്. അപ്പോൾ കല്യാണി സോണിക്ക് അരികിലേക്ക് പോയപ്പോൾ സോണി ദേഷ്യത്തോടെ കല്യാണി പിടിച്ചിട്ട് ചോദിക്കുകയാണ്, കുലുക്കി ചോദിക്കുന്നുണ്ട്, എവിടെ എൻ്റെ മോള്? ചോദിച്ചത് കേട്ടില്ലേ, എൻ്റെ മോൾ എവിടെ പോയെന്ന്? അവസാനം ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് കല്യാണി പറയാണ്, മോളിൽ നിന്നും നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ ആരോ തട്ടിക്കൊണ്ടു പോയതാ. അതുവരെ കല്യാണിയുടെ വാക്ക് വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും ഒരുപോലെ ഞെട്ടുകയാണ്. കാരണം കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നായിരുന്നു കല്യാണിയുടെ വാക്കുകളിൽ നിന്ന് എല്ലാവരും വിശ്വസിച്ചത്. അവസാന നിമിഷം പോലും കല്യാണിയിൽ തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ കല്യാണി അങ്ങനെ പറഞ്ഞ സമയത്ത് എല്ലാവരും ഒരുപോലെ ഷോക്കാവുകയാണ്. അവളെ കണ്ടുപിടിക്കാനാ കിരണേട്ടൻ പോയിരിക്കുന്നേ, കല്യാണി കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോഴേക്ക് സോണിയുടെ ബാക്കിയുണ്ടായിരുന്ന ആ ഒരു ധൈര്യവും കൂടെ ചോർന്നു പോയിട്ടുണ്ടായിരുന്നു. സോണി പൊട്ടി കരയാണ്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ആ ഒരു വേവലാതിയും ആ ഒരു വിഷമമൊക്കെ സോണിയിലുണ്ടായിരുന്നു. സോണി ശരിക്കും തളർന്നു പോവുകയാണ്. ആരൊക്കെ പിടിക്കാൻ ശ്രമിച്ചിട്ട് സോണിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സോണി തളർന്നു പോകുമ്പോഴേക്കും എല്ലാവരും ഒരുപോലെ ചേർന്ന് സോണിയെ പിടിക്കുകയാണ്. അപ്പോഴേക്കും തളർന്നു പോയിട്ടുണ്ടായിരുന്ന സേനനും ഹരിയോട് പറയുന്നുണ്ട്, ഹരി, അവനാവാനാടോ സാധ്യത ഇതിന് പിന്നിൽ, ആ രാഹുൽ. അപ്പോൾ ഹരിയേട്ടനും പറയുന്നുണ്ട്, അതുതന്നെയാണ് സാധ്യത. അപ്പോഴേക്കും സേനൻ്റെ ആ ജോലിക്കാരനും പറയുന്നുണ്ട്, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. പക്ഷെ അച്ചായൻ അപ്പോഴും ധൈര്യത്തോടെ തന്നെയാണ് പറയുന്നത്, എടോ സേന, എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കണ്ടെത്താൻ നോക്ക്, എന്നിട്ട് തിരിച്ച് ജീവനോടെ കൊണ്ടുവരാൻ നോക്ക്, അത് കഴിഞ്ഞിട്ട് മതി കല്യാണമൊക്കെ. താൻ ആരെയാന്ന് വെച്ചാൽ വിളിക്ക്, പോലീസിനെയോ തൻ്റെ ആൾക്കാരെയോ ഒക്കെ. അപ്പോഴേക്കും ആൽബിയും പറയുന്നുണ്ട്, എന്നോട് സൂക്ഷിക്കണം എന്നാ അങ്കിളും കിരണും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും സൂക്ഷിക്കണമായിരുന്നു, കുഞ്ഞുങ്ങളെ വരെ നോക്കണമായിരുന്നു. പക്ഷെ അതിനൊന്നും മറുപടി പറയാതെ സേനം വിഷമത്തോടെ ഇരിക്കുകയാണ്. വീണ്ടും കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കുകയാണ്. അതായത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവർ അയച്ചു കൊടുത്ത ആ ഒരു വീഡിയോ തന്നെ സേന നോക്കിയിരിക്കുകയാണ് വിഷമത്തോടു കൂടി. അതേസമയം സോണിയും കൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പം കല്യാണിയും രൂപയൊക്കെ വിഷമത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് സോണി പറയുന്നുണ്ട്, എങ്കിലും ഞാൻ നിന്നിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല കല്യാണി. എൻ്റെ കുഞ്ഞിനെ കാണാതാവുമ്പോഴാണോ എൻ്റെ മിന്നുകെട്ട് നടത്താൻ നോക്കുന്നേ? കല്യാണിയെ പ്രതിയാക്കണ്ടെന്ന് കരുതിയിട്ട് രൂപ ഇടയിൽ കയറുന്നുണ്ട്. അത് പിന്നെ മോളോടുള്ള സ്നേഹം കൊണ്ടാ കല്യാണിയും കിരണും കൂടി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. പക്ഷെ സോണി വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ മോള് തിരിച്ചു വരാതെ എനിക്ക് കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. സോണി വീണ്ടും പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും ആൽബി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ രൂപ പറയാണ്, ദേ ആൽബി വരുന്നു. അവർ 3 പേരും നിൽക്കുന്നിടത്തേക്ക് ആൽബി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം സോണി അപ്പോഴും കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, വിഷമിക്കണ്ട സോണി,
സേനങ്ങൾ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. പിന്നെ കിരണും പോയിട്ടുണ്ടല്ലോ. ഈ മിന്നുകെട്ട് മുടക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയത്. അതുകൊണ്ട് നമ്മൾ ആ ചടങ്ങ് നടത്തുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ കുഞ്ഞിനെ ഒന്നും ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പോഴും കരഞ്ഞുകൊണ്ട് സോണി ചോദിക്കുകയാണ്, എനിക്കെൻ്റെ മോളെ തിരിച്ച് കിട്ടുമോ ആൽബിയേട്ടാ? ഒരുറപ്പും ഉണ്ടായിരുന്നില്ലെങ്കിലും സോണിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൽബി പറയുന്നുണ്ട്, ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും. അപ്പോൾ രൂപ ആൽബിയോടായിട്ട് പറയുന്നുണ്ട്, എപ്പോഴാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കല്യാണി പറയാ, മോള് കളിച്ച് തിരിച്ച് നടക്കുകയായിരുന്നു. എപ്പോഴോ നമ്മുടെ ശ്രദ്ധ മാറിയപ്പോഴായിരിക്കും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക. ഇതൊരു ഓഫീസല്ലേ അമ്മേ, ആൾക്കാർ വരികയും പോവുകയും ഒക്കെ ചെയ്യും. അതിനകത്ത് ക്രിമിനൽസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോഴും സോണി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, സോണി ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് സോണി അവിടുന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ട് പോകണം അവരുടെ ഇടയിൽ നിന്ന്. അതിനുശേഷം ആൽബി സോണിയും കൂടെ വേറൊരു മരത്തിൻ്റെ ചോട്ടിൽ പോയി നിന്നിട്ട് സോണിയെ സമാധാനിപ്പിക്കുകയാണ്. ആൽബി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ അപ്പോഴൊന്നും സോണിയുടെ കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും ആൽബിയുടെ ആ കെയറിങ് കണ്ടിട്ട് നോക്കുകയാണ്. ആൽബി ഒരുപാട് സമാധാനിപ്പിക്കുകയും സോണിയുടെ കണ്ണീര് തുടച്ചു കൊടുക്കുകയും അതിനുശേഷം സോണിയെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ രൂപയും അതുപോലെ തന്നെ കല്യാണിയും കാണുന്നുണ്ട്. കാരണം ആൽബിയുടെ ആ കെയറിങ്ങും ആ ഒരു ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു അവർ. അതേസമയം ഗുണ്ടകളുടെ ഇടയിൽപ്പെട്ട ചാരുമോൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഗുണ്ടകൾ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കരയല്ലേ മോളെ, ഇത് കഴിക്കും മോളെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല കൊണ്ടുവന്നത്, മോളുടെ അമ്മയുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടല്ലേ. അമ്മയ്ക്ക് മോളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ കല്യാണം മുടങ്ങും, അല്ലെങ്കിൽ പിന്നെ കുഞ്ഞാണെന്നൊന്നും നോക്കാൻ പറ്റില്ല. ഗുണ്ടകൾ അവരെ ഒറിജിനൽ ശബ്ദത്തിൽ പറയുകയാണ്. അപ്പോഴേക്കും താഴെ ഒരു കാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഗുണ്ടയുടെ ആ നേതാവ് പറയുന്നുണ്ട്, ഇടാ ആരോ താഴെ വന്നിട്ടുണ്ടല്ലോ. ചോട്ടാ ഗുണ്ടകൾ രണ്ടുപേരും ആരോ താഴെ വന്നേ നോക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ആ വലിയ നേതാവ് അവിടെ കുഞ്ഞിന് കാവലിരിക്കുകയാണ്. അപ്പം താഴെ അവർ പുറത്ത് വന്നപ്പോഴേക്കും കിരണിനെയാണ് കാണുന്നത്. അപ്പം കിരണ് താഴെ സ്റ്റെപ്പിൻ്റെ താഴത്ത് നിന്ന് പറയുന്നുണ്ട്, എവിടെയാണ് എൻ്റെ കുഞ്ഞ്? അപ്പോൾ അവർ തിരിച്ചു പറയും, നിൻ്റെ അല്ല, നിൻ്റെ പെങ്ങടെ കുഞ്ഞാ. അതിനുശേഷം അവർ പരസ്പരം പറയാണ്, കൃത്യസമയത്ത് തന്നെ ആങ്ങളെ താവളം തേടിപ്പിടിച്ച് വന്നത് കണ്ടോ, ഇന്നിവൻ കുഞ്ഞിനെയും കൊണ്ടേ പോവൂ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ചാവാതെ പോവാൻ നോക്കടാ ചെറുക്കാ, ഡാ ചത്താലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞില്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ലടാ. കിരണ് തിരിച്ചു പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറി അവരുടെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ കിരണ് മുഴുവനായിട്ട് സ്റ്റെപ്പ് കയറുന്നതിന് മുന്നേ തന്നെ അവർ കിരണിനെ ചവിട്ടുന്നുണ്ട്. പക്ഷേ കിരൺ അവിടെ ഒരു സ്റ്റെപ്പിൻ്റെ ആ ഒരു കൈവരിയിൽ പിടിച്ചതുകൊണ്ട് താഴെ വീഴാണ്ട് അവർ നിൽക്കുകയാണ്. അപ്പോൾ അകത്തു നിന്ന് ഗുണ്ട കുഞ്ഞിനോട് പറയുന്നുണ്ട്, മോളുടെ മാമനെ കൊല്ലാൻ പറ്റിയില്ല, പക്ഷേ ഇന്ന് അവനെ പഞ്ഞിക്കിടുന്ന ദിവസമാണ്. അത് പറഞ്ഞു തീർന്നതും കിരണിൻ്റെ തല്ലുകൊണ്ടിട്ട് രണ്ട് ഗുണ്ടകൾ ഒരുപോലെ അകത്തേക്ക് വീഴുകയാണ്. അത് കണ്ടപ്പോൾ ശരിക്കും ആ ഗുണ്ടാ നേതാവ് ഷോക്കായി പോവുകയാണ്. അതേസമയം തന്നെ സേനം പുറത്തിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരാളുടെ കൈ വന്ന് കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ രൂപയായിരുന്നു. അപ്പം രൂപയെ കണ്ടപ്പോൾ സേനൻ ഒന്നുകൂടെ സങ്കടവും വിഷമവും ഒക്കെ വരികയാണ്. പക്ഷേ പൊതുവെ ആണുങ്ങൾ അങ്ങനെയാണല്ലോ, പുറത്ത് കൂടുതലായി പ്രകടിപ്പിക്കില്ലല്ലോ. അപ്പോൾ രൂപ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ മാറി നിൽക്കുന്നത്? സഹിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ സേനൻ പറയാണ്, ഇനി 5 മിനിറ്റേ ഉള്ളൂ നമ്മുടെ മോളുടെ വിവാഹത്തിൻ്റെ മുഹൂർത്തത്തിന്. എൻ്റെ മോളുടെ കല്യാണം മുടങ്ങി. ചാരുമോൾക്ക് എന്ത് സംഭവിച്ചു നമുക്ക് ആർക്കും ഒന്നും അറിയില്ല. എടോ ഇത് വല്ലാത്തൊരു അവസ്ഥയായല്ലോടോ. സേനൻ സഹിക്കാൻ പറ്റാത്ത സങ്കടത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രൂപ പറയുന്നുണ്ട്, മോളുടെ സങ്കടം സഹിക്കാൻ വയ്യാണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അയാളും കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്കും വയ്യ എൻ്റെ മോളെ കാണാൻ. സേനൻ ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരാളെ പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രൂപ ചോദിക്കുന്നുണ്ട്, കിരൺ വിളിച്ചായിരുന്നോ? ഇല്ല. ഇനി അവൻ ഒറ്റയ്ക്ക് പോയിട്ട് ഗുണ്ടകളുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരുമോന്നാ എൻ്റെ പേടി. വീണ്ടും അയാൾ സങ്കടത്തോടെ പറയാണ്, എൻ്റെ രൂപേ, ഇത് മൊത്തത്തിലാകെ കലങ്ങി മറിഞ്ഞല്ലോടോ രൂപേ. അപ്പോൾ സങ്കടത്തോടെ തന്നെ രൂപയും പറയുന്നുണ്ട്, ചന്ദ്രേട്ടനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് അവനാണ്, എൻ്റെ ആങ്ങള എന്ന് പറയുന്നവൻ. നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ജീവിതം എൻ്റെ നാടകമാണെന്ന് വിശ്വസിക്കുന്ന അവൻ ഒരിക്കലും ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഈ സമയത്ത് നമ്മളെ ഉപദ്രവിക്കില്ലെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോവുമായിരുന്നു. അതിനിടയ്ക്കാണ് എല്ലാം തൊലച്ചത്. അപ്പോൾ സേനൻ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, അവനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആരും മനസ്സിലാക്കിയിട്ടില്ല ഈ ലോകത്ത്. തൻ്റെ സ്വത്തിൻ്റെ പാതി ആൽബിയുടെയും സോണിയുടെയും പേരിൽ എഴുതി വെച്ചപ്പോൾ തന്നെ അവൻ്റെ ശ്വാസം പകുതി നിലച്ചിട്ടുണ്ടാവും. ദേ ആൽബി മോനും കുടുംബവും സഞ്ചരിച്ച കാറ് കത്തിപ്പോയിരിക്കുക. രൂപേ, ആൽബി മോനെ കൊല്ലാൻ വേണ്ടി തന്നെയാ അങ്ങനെ ചെയ്തിരിക്കുന്നത്. തലനാരിഴക്കാ അവർ രക്ഷപ്പെട്ടത്. അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ രൂപയും പറയുന്നുണ്ട്, ആ ഭാഗ്യം ഇനിയും തുണച്ചാൽ മതിയായിരുന്നു. ചാരുമോൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഇങ്ങ് എത്തിയാൽ മതിയായിരുന്നു. രണ്ടുപേരും സഹിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. കരയണോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കണോ എന്നൊന്നും അറിയാത്തൊരു മാനസികാവസ്ഥയിൽ. അപ്പോൾ സേനൻ കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, രൂപേ, അവനെ കൊല്ലാതെ ഒരു നിവൃത്തിയുമില്ല. ചില വിധികളുണ്ടല്ലോ, നമ്മൾ തന്നെ നടപ്പിലാക്കണം. അവൻ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ എടോ നമ്മുടെ ജീവിതം എന്നേ രക്ഷപ്പെട്ടേനെ. രൂപ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സേനൻ പറയുന്നുണ്ട്, ഇനി ചിന്തിച്ച് കളയാൻ സമയമില്ല. ആ സമയത്ത് രൂപക്കും തോന്നുന്നുണ്ട് സേനൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന്. അതേസമയം കിരൺ ആ ഗുണ്ടകളുടെ കോട്ടക്കകത്താണുള്ളത്.
അപ്പം ചാരുമോളുടെ കരച്ചിൽ കേൾക്കുന്ന സമയത്ത് അറിയാതെ കിരണിൻ്റെ വായിൽ നിന്ന് വന്നു പോവും ചാരുമോളെ. അപ്പോഴേക്കും ആ ഗുണ്ടയുടെ നേതാവ് പറയുന്നുണ്ട്, നീ വിചാരിച്ച പോലെയല്ലല്ലോ, അല്പം മസിലൊക്കെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ. അപ്പോൾ കിരൺ അയാളെ നേരെ നോക്കിക്കൊണ്ട് പറയാണ്, തുടങ്ങാനല്ലടാ തീർക്കാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അയാളെ തലയ്ക്ക് എറിയാണ്. അതിൻ്റെ വേദനയിൽ അയാൾ നിൽക്കുമ്പോഴേക്കും കിരൺ അയാളെ നന്നായിട്ട് ഇടിക്കുകയാണ്. അപ്പോഴേക്കും അയാൾ അവിടെ വീഴുമ്പോഴേക്കും ബാക്കിയുള്ള 2 ഗുണ്ടകൾ വന്ന് കിരണുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം അവരുടെ കൂടെ കിരൺ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അവസാനം കിരൺ അവർ 2 പേരും കൂടെ ചേർത്തിട്ട് ചുവരിൻ്റെ ഭിത്തിനോട് ചേർത്ത് നിർത്തുകയാണ്. അതേസമയം ആ ഗുണ്ടയുടെ നേതാവ് കയ്യിലിരുന്ന കത്തി എടുത്തിട്ട് കിരണിൻ്റെ നേരെ വരുന്നുണ്ട്. ഒരേ സമയം തന്നെ ചാരുമോൾ അവിടെ വെച്ചിട്ട് നിലവിളിച്ച് കരയുന്നുമുണ്ട്. അയാൾ കത്തിയുമായി കിരണിൻ്റെ നേരെ വന്നിട്ട് കത്തി ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് കിരണിൻ്റെ വയറ്റിൽ കുത്താനുള്ള രീതിയിൽ. കിരണാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിൽ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചാരുമോളാണെങ്കിൽ നിർത്താതെ കരച്ചിലാണ്. അവസാനം അയാൾ കത്തിയെടുത്തിട്ട് കിരണിൻ്റെ നേരെ ഓങ്ങുകയാണ്. അതിനുശേഷം നേരെ കാണിക്കുന്നത് ഹരിയേട്ടനും അതുപോലെ തന്നെ ബൈജുവിൻ്റെ അമ്മാവനും കൂടെ സംസാരിക്കുന്നിടത്താണ്. ബൈജുവിൻ്റെ അമ്മാവൻ ഹരിയേട്ടനോട് പറയുന്നുണ്ട്, ഇനി 1-2 മിനിറ്റേ ഉള്ളൂ മുഹൂർത്തത്തിന്. അപ്പോൾ ഹരിയേട്ടൻ തിരിച്ചു പറയുന്നുണ്ട്, കുഞ്ഞു വരാതെ എങ്ങനെ കല്യാണം നടക്കാനാ, പിന്നെ എന്ത് മുഹൂർത്ത ഏട്ടാ. അപ്പോൾ അയാളും തിരിച്ചു പറയുന്നുണ്ട്, അതും ശരിയാ, എല്ലാവരും വിഷമത്തിലാ. ചന്ദ്രസേനനും അതുപോലെ തന്നെ അഗസ്റ്റിനച്ചായനും കൂടെ നിന്ന് സംസാരിക്കുന്നിടത്തേക്ക് രൂപയും കല്യാണിയും വരുന്നുണ്ട്. അവരും ഭയങ്കര ടെൻഷനും വെപ്രാളത്തോടെയാണുള്ളത്. അപ്പോൾ രൂപ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി ചന്ദ്രേട്ടാ, എന്തെങ്കിലും അറിഞ്ഞോ? അപ്പോൾ അയാൾ സങ്കടത്തോട് പറയാണ്, ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല, പല വഴിക്കും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കല്യാണി കരഞ്ഞുകൊണ്ട് പറയാണ്, സോണിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അച്ചായൻ ചോദിക്കുക, മോള് നല്ല കരച്ചിലാണല്ലേ? രൂപ പറയുന്നുണ്ട്, അതെ, ആൽബിക്കും നല്ല സങ്കടമുണ്ട്, ആൽബി മോൻ സോണിക്കരികിലുണ്ട്. അപ്പോൾ അച്ചായൻ പറയുന്നുണ്ട്, ഞാനാ പറഞ്ഞത് കൂടെ ഇരിക്കാൻ. അപ്പോൾ രൂപ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊപ്പം ചേരാൻ തീരുമാനിച്ചത് വിഷമായല്ലേ? അപ്പോൾ അച്ചായൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതെന്താ രൂപ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് വേദന ഉണ്ടായാലും അത് ഞങ്ങളെയും ബാധിക്കില്ലേ? അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കിരണിൻ്റെ കാർ അവിടെ വന്ന് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കിരണിനെ തന്നെ നോക്കുമ്പോഴേക്കും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് തളർന്ന അവശനായിട്ട് കിരൺ ഇറങ്ങുന്നുണ്ട്. എല്ലാവരും വീണ്ടും കിരണിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കിരണാണെങ്കിലും നല്ല അടി കൊണ്ടിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണുള്ളത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ കിരൺ കോ ഡ്രൈവർ സീറ്റിൽ പോയിട്ട് ചാരുമോളെ എടുത്തിട്ട് പുറത്തേക്ക് വരികയാണ്. എല്ലാവരുടെ മുഖത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എല്ലാവരും ഓടി കിരണിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. കല്യാണി ചാരുമോളെ വാങ്ങിച്ച് ഒരുപാട് ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് കരയുന്നുണ്ട്. അപ്പോഴേക്കും സേനൻ കിരണിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അച്ചായൻ പറയുന്നുണ്ട്, മോൻ പോയപ്പോഴേ അറിയായിരുന്നു കുഞ്ഞിനെയും കൊണ്ടേ വരുള്ളൂ എന്ന്. അച്ചായനും തലയാട്ടുന്നുണ്ട്. അപ്പോൾ അച്ചായനോടും അവിടെ കൂടെ നിൽക്കുന്ന എല്ലാവരോടായിട്ട് കിരൺ പറയുന്നുണ്ട്, ഒരു വലിയ മൽപ്പിടുത്തം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്, മരിക്കാതെ തിരിച്ചെത്തിയത് വലിയ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. കല്യാണിടയ്ക്ക് എല്ലാവരും പരിഭ്രമത്തോടെയാണ് കേട്ട് നിൽക്കുന്നത്. അപ്പം സേനൻ ചോദിക്കുന്നുണ്ട്, എടാ എന്താ സംഭവിച്ചത്? അപ്പം ആ ഗുണ്ട കത്തിയെടുത്തിട്ട് കുത്താൻ വന്നതിൻ്റെ ബാക്കിയായിട്ട് കിരൺ പറയാണ്. അയാൾ കിരണിൻ്റെ വയറ്റിനടുത്തേക്ക് കത്തി ആഞ്ഞു വീശിയതും കിരൺ കാലുയർത്തി അയാളുടെ തുടക്കടയിലേക്ക് ചവിട്ടുകയാണ്. അപ്പോഴേക്കും അയാൾ അവിടുത്തെ വേദന കൊണ്ട് പൊളഞ്ഞവിടെ വീഴുന്നുണ്ട്. അപ്പോൾ തന്നെ കിരൺ ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് തന്നെ കിരൺ അടുത്തുണ്ടായിരുന്ന 2 ഗുണ്ടകളെയും വലിച്ച് എറിയാണ്. ശേഷം അവിടുന്ന് കിട്ടിയൊരു ഇരുമ്പിൻ്റെ പൈപ്പ് വടിയെടുത്തിട്ട് കിരൺ എല്ലാവരും ഒരുപാട് തല്ലുന്നുണ്ട്, പൊതിരെ തല്ലുകയാണ്. അങ്ങനെ ആ ഗുണ്ടകൾ മാക്സിമം അവരെ കൊണ്ടാകുന്നത് പോലെ കിരണിനൊപ്പം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കിരൺ തന്നെയാണ് ഫൈനലായിട്ട് ജയിക്കുന്നത്. അവസാനം ആ ഗുണ്ടകളുടെ നേതാവിൻ്റെ കഴുത്തിൻ്റെ നെഞ്ചിൻ്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് കിരൺ പറയുന്നുണ്ട്, എന്നെ തല്ലിച്ചതച്ചിട്ട് ഈ കല്യാണം മുടക്കാൻ നിന്നെ പോലുള്ള 2-3 ഗുണ്ടകൾ പോരടാ. അവരൊക്കെ കിരൺ തല്ലിയതിൻ്റെ വേദന കൊണ്ട് പൊളയാണ് കിടന്നിട്ട്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അത് പോയി പറഞ്ഞു കൊടുക്ക് നിന്നെയൊക്കെ വിട്ട ആളോട്. എന്നിട്ട് ആ പൈപ്പിൻ്റെ വടി അവരുടെ നേരെ വലിച്ചെറിഞ്ഞിട്ട് നേരെ ചാരുമോളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ചാരുമോൾ നിലവിളിച്ചുകൊണ്ട് കിരണിൻ്റെ നേരെ കൈ കാണിക്കുകയാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചാരുമോളെ നിന്ന് വിളിച്ചുകൊണ്ട് കിരണും പോയിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് കുറേ ഉമ്മ വെക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം അവിടുന്ന് കുഞ്ഞിനെ എടുത്തിട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കണം നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കാം. ഇന്നത്തെ സോണിയുടെ അഭിനയം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ആൽബി ആണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.